Hi everyone. നമ്മൾ ഇന്ന് സെക്കൻഡ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സിൻ്റെ റിയൽ ആൻസിസ് അല്ലെങ്കിൽ മെഷർ തിയറി എന്നുള്ള പേപ്പറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ് പഠിക്കാൻ പോകുന്നത്. ദ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം. അപ്പോൾ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലെറ്റ് Fn be a sequence of measurable functions on a set of finite measure E. അപ്പോൾ ഫൈനൈറ്റ് മെഷറിലെ E എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്ത സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ് Fn. And suppose Fn is uniformly point-wise bounded on E. Fn uniformly bounded ആണ്. Uniformly bounded എന്ന് പറഞ്ഞ അർത്ഥം that is there is a number m greater than or equal to 0 for which mod Fn less than or equal to m on E for all n. അപ്പോൾ ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ Fn ബൗണ്ടഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? F1 ബൗണ്ടഡ്, F2 ബൗണ്ടഡ്, F3 ബൗണ്ടഡ് അങ്ങനെയുള്ളൂ അല്ലേ. അപ്പോൾ പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതിൻ്റെ എമ്മുകളെല്ലാം സെയിം ആവണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ F1 ബൗണ്ടഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മോഡ് F1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം M1, M1നേക്കാൾ ചെറുതായിരിക്കും. F2 ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ മോഡ് F2 ലെസ് ദാൻ ഈക്വൽ ടു സം M2, സം അനദർ റിയൽ നമ്പർ. ബട്ട് ഈ M1 ആൻഡ് M2 എന്താവണമെന്നില്ല, നോട്ട് ഈക്വൽ ആവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല. ബട്ട് യൂണിഫോംലി പോയിന്റ് വൈസ് ബൗണ്ടഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് these numbers are equal. That is, we can say that mod F1 less than or equal to capital M, mod F1 less than or equal to capital M, mod F2 less than or equal to capital M, and etc. അതാണ് യൂണിഫോംലി പോയിന്റേഴ്സ് ബൗണ്ടഡ് എന്ന് പറഞ്ഞ അർത്ഥം. അതായത് എല്ലാറ്റിൻ്റെയും അപ്പർ ബൗണ്ട് ഒരു ക്യാപിറ്റൽ എം നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിനെക്കാട്ടിലും ചെറുതാവുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിയറം എന്താ പറയുന്നത് നോക്കാം. ഇഫ് Fn converges to F point wise on E, Fn converges to F point wise on E, then limit n tends to infinity, integral over E Fn is equal to integral over F. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച തിയറാണ്. ഇഫ് Fn converges to F യൂണിഫോംലി, Fn converges to F യൂണിഫോംലി ആണെങ്കിൽ ഇൻ്റഗ്രൽ Fn converges to ഇൻ്റഗ്രൽ F. നമ്മൾ ഇന്നലെ പഠിച്ച തിയറാണ്. Fn converges to F യൂണിഫോംലി ആണെങ്കിൽ ഇൻ്റഗ്രൽ Fn converges to ഇൻ്റഗ്രൽ F ആയിരിക്കും. ബട്ട് ഇവിടെ നമുക്ക് യൂണിഫോംലി അല്ല തന്നുള്ളത്, അതിന് പകരം എന്താണ്? പോയിന്റ് വൈസ് ആണ്. പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണ്. ഓക്കെ, ബട്ട് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. അതുകൊണ്ടാണ് ഈ തിയറത്തിന് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം എന്ന് പറയുന്നത്. സീക്വൻസ് ബൗണ്ടഡ് ആണ്, അതിൻ്റെ ഇതെന്താണ്? പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിനേക്കാളും ചെറിയൊരു വ്യത്യാസമുള്ളത് യൂണിഫോംലി കൺവേർജൻറ്റിന് പകരം നമുക്ക് തന്നെ പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആയ ബൗണ്ടഡ് സീക്വൻസുകളും യൂണിഫോംലി ബൗണ്ടഡ് ആയ സീക്വൻസുകളും ഇൻ്റഗ്രൽ Fനെ ഇൻ്റഗ്രൽ Fലേക്ക് കൺവേർജ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ലിറ്റിൽ വുഡ്സിൻ്റെ തേർഡ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് അല്ലേ, നമ്മൾ ഈ ഗോർഫ് തിയറം പഠിച്ചു. ഈ ഗോർഫ് തിയറം എന്താ പറയുന്നത്? എവ്രി പോയിന്റ് വൈസ് കൺവേർജൻറ്റ് സീക്വൻസ് ഇസ് നിയർലി യൂണിഫോംലി കൺവേർജൻറ്റ്. പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആയ എല്ലാ സീക്വൻസുകളും നിയർലി യൂണിഫോംലി കൺവേർജൻ്റ് ആവും എന്നുള്ള ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? നമുക്ക് ആദ്യം the point-wise limit of the sequence, point-wise limit of the sequence of measurable function is measurable. അപ്പോൾ Fn measurable ആണ്, അതിൻ്റെ point-wise limit ആണ് F. അപ്പോൾ F എന്താണ്? measurable ആണ്. therefore F is measurable. clearly നമുക്ക് തന്നിട്ടുണ്ട് mod F1 less than or equal to m, mod F2 less than or equal to m, etc. therefore mod F is less than or equal to m അല്ലേ. F1 F2 എല്ലാം മോഡ് എമ്മിനേക്കാൾ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റായ എമ്മും ലിമിറ്റായ എഫ് എന്തായിരിക്കും? മോഡ് എഫിനെക്കാട്ടിലും എമ്മിനെക്കാട്ടിലും ചെറുതായിരിക്കും. therefore we can say that clearly we can say that mod F is bounded. ഇനി നമ്മൾ എന്തെടുക്കാം? let A be any measurable subset of E. ഇയുടെ സബ്സെറ്റ് ആണ് A. then നമ്മൾ ലീനിയാരിറ്റി ആൻഡ് മോണോട്ടോണിസിറ്റി അപ്ലൈ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഇ Fn മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഇ Fn മൈനസ് എഫ് എന്ന് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യാണ്? ഈ ഇനെ നമ്മളൊന്ന് മാറ്റിയതാണ്. നമുക്കറിയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ. അപ്പോൾ ഇ നമ്മൾ എന്ത് എഴുതാണ്? ഇ ഈസ് ഈക്വൽ ടു എ യൂണിയൻ ഇ മൈനസ് എ എന്ന് എഴുതി.
എ യൂണിയൻ ഇ മൈനസ് എ. നമുക്കറിയാം എയും ഇ മൈനസ് എയും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ബി എഫ്. ആ സംഭവം ഇതെന്താണ്? എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്. എയും ബിയും ഡിസ്ജോയിൻ്റ് ആവുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കറിയാം എയും എ യൂണിയൻ ബിയും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഓവർ ഇ സ്റ്റെപ്പാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ഓവർ ഇ അത് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് എഫ് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതാം. നമുക്കറിയാം ഇ മൈനസ് എ എന്നുള്ളത് ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അതിലെ മെഷർ ലെസ് ദാൻ അല്ലേ, ഒരു ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ് ഇ മൈനസ് എ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മെഷറബിലിറ്റി നമ്മളെ ലീനിയാരിറ്റി ആൻഡ് മോണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ എഫ് എൻ മൈനസ് എഫ് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ എഫ് എൻ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ മൈനസ് എഫ് എന്ന് എഴുതാം. അതായത് സ്പ്ലിറ്റ് ചെയ്തു. അതാണ് വി ഗെറ്റ് ദിസ് റിസൾട്ട്. ഇപ്പോൾ എന്താ ചെയ്ത്? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് നമുക്ക് മോണോട്ടോണിസിറ്റി ആൻഡ് ലീനിയാരിറ്റി വെച്ചിട്ട് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഇ നമ്മൾ എന്ത് ചെയ്തു? എ യൂണിയൻ ഇ മൈനസ് എ എന്ന് കൊടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എഫ് എൻ മൈനസ് എഫ് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ മൈനസ് എഫ് എന്ന് എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? കൊറോളറി 7 യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് നമ്മൾ എന്താ ചെയ്യണത്? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മോഡ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എടുത്തു. ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എൻ മൈനസ് എഫ്. ഇതാണ് കൊറോളറി 7 പറയുന്നത്. അതായത് ഇൻ്റഗ്രൽ മോഡ് ഇൻ്റഗ്രൽ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡ് എഫ്. അതാണ് കൊറോളറി 7. ആ കൊറോളറി 7 പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് നമുക്ക് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്ക് പകരം നമ്മൾ ഇ നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ യൂണിയൻ ഇ മൈനസ് എ മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതി സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പോൾ എന്താ കിട്ടുക? ആദ്യത്തെ ടേം എന്തുണ്ടാവും? ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് അടുത്ത ടേമിൽ എന്തുണ്ടാവും? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എഫ് അല്ലേ, പ്ലസ് എന്ത് ടേം കൂടി ഉണ്ടാവും? ഒരു ടേം കൂടി ഉണ്ടാവും. അതെന്താണ്? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് കിട്ടി. അപ്പോൾ ഇതൊന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. ആദ്യം മോഡ് ഇൻ്റഗ്രൽ മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡ് എഫ് എന്ന് എഴുതി സ്പ്ലിറ്റ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു മാറ്റുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് കിട്ടി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് കിട്ടി. ഇനി നമുക്കറിയാം മോഡ് എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്. അതേപോലെ മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഡിഫറൻസ്, അതായത് മോഡ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 2m ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തു? ഇതിന് 2m കൊടുത്തു. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ ഇൻറ്റു 2m. 2m കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. സോ വി ഗെറ്റ് ടേംസ് മാറിയിട്ട് എന്താവും? ആദ്യത്തെ ടേം അതുപോലെ ഉണ്ടാവും. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് 2m ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ. അപ്പോൾ 1. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? മെഷർ ഓഫ് ഇ മൈനസ് എ ആണ്. അപ്പോൾ ഈ ടേമിന് നമുക്ക് മാറ്റിയിട്ട് എന്താക്കാം?
2m into measure of E minus A എന്ന് എഴുതാം. അതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം മോഡ് അല്ലേ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൊറോളറി 7 യൂസ് ചെയ്തു. കൊറോളറി 7 പറഞ്ഞാൽ എന്താണ്? മോഡ് ഇൻ്റഗ്രൽ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡ് എഫ് അപ്ലൈ ചെയ്തു. പിന്നെ ഇൻ്റഗ്രൽ ഓവർ ഇ നമ്മൾ എന്താക്കി? ഇൻ്റഗ്രൽ ഓവർ എ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ എന്ന് എഴുതി. ആദ്യത്തെ ടേം അതുപോലെ തന്നെ ഉണ്ടായി. രണ്ടാമത്തെ ടേമിന് നമ്മൾ എന്ത് ചെയ്തു? മോഡ് എഫ് എൻ മൈനസ് എഫ് ഉണ്ട്, അത് ലെസ് ദാൻ ഈക്വൽ ടു 2m ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2m പുറത്തേക്ക് ചെയ്തു. പിന്നെ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എ 1 ഇസ് ഈക്വൽ ടു മെഷർ ഓഫ് ഇ മൈനസ് എ. ഇത് അപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് ആൻസർ. ദെൻ നമുക്ക് കിട്ടിയതാണ് മോഡ് ഇൻ്റഗ്രൽ എഫ് എൻ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് 2m ഇൻറ്റു മെഷർ ഓഫ് ഇ മൈനസ് എ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇഗോർഫ് തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇഗോർഫ് തിയറം എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇഗോർഫ് തിയറം പറയണതാണ്, അസ്യൂം ഇ ഹാസ് ഫൈനൈറ്റ് മെഷർ. ഇ എന്ന സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ്. ലെറ്റ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ ഇ ദാറ്റ് കൺവേർജസ് പോയിന്റ് വൈസ് ഓൺ ഇ ടു എ റിയൽ ഫംഗ്ഷൻ എഫ്. അതായത് എഫ് എന്നിൻ്റെ ലിമിറ്റ് എഫ് ആണ്, അത് കൺവേർജസ് പോയിന്റ് വൈസ് ആണ്. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a closed set f contained in E for which Fn converges to F uniformly on capital F and measure of E minus F less than epsilon. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? ഈ തിയറത്തിൽ നമ്മൾ ഈ എഫിന് പകരം നമ്മൾ എന്തെടുക്കും? എ എടുക്കും. അപ്പോൾ എ ഈസ് സബ്സെറ്റ് ഓഫ് എഫ് ആണ്. പിന്നെ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? ഏത് എപ്സിലോണിനും നമുക്ക് ഒരു എ ഉണ്ടാവും. അപ്പോൾ എ എന്നുള്ള സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ എടുക്കുകയാണ് മെഷർ ഓഫ് ഇ മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4m. മെഷർ ഓഫ് ഇ മൈനസ് എ ഈസ് എപ്സിലോൺ ബൈ 4m ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മളെടുത്ത എ എന്ന സെറ്റിൻ്റെ മെഷർ എന്താണ്? ഇ മൈനസ് എയുടെ മെഷർ എപ്സിലോൺ ബൈ 4m. എം എന്താണ്? ഇറ്റ്സ് എ ബൗണ്ട് അല്ലേ? അപ്പർ നമ്മളെ മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു എം, ആ എം ആണ് ഇവിടെ കൊടുത്തു. ഇനി നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ തിയറപ്രകാരം ഓൺ ദ സെറ്റ് എ എന്ന സെറ്റിൽ എന്താണ്? എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ്, അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an capital N such that mod fn minus f less than epsilon for every n greater than equal to capital N. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എപ്സിലോണിന് പകരം എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് ഇ എടുത്തു. എപ്സിലോണിന് പകരം എന്തെടുത്തു? 2 ഇൻറ്റു എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് ഇ. അതൊരു പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെ വെച്ചാൽ അവിടെ ഒരു n ഉണ്ടാവും. സച്ച് ദാറ്റ് മോഡ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ പകരം എന്ത് ചെയ്യും? എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് ഇ ഓൺ ദ സെറ്റ് എ എന്ന സെറ്റിനകത്ത് മോഡ് എഫ് എൻ മൈനസ് എഫിൻ്റെ വില എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് ഇനെക്കാട്ടിലും ചെറുതായിരിക്കും. ഇനി എന്ത് ചെയ്യാണ്? അതിവിടെ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനില്ലേ, ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, അതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്തായി മാറും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ. ഇൻ്റഗ്രൽ ഓവർ എക്കകത്ത് എഫ് എൻ മോഡ് എഫ് എൻ മൈനസ് എഫിൻ്റെ വില എന്താ? എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് ഇ ലെസ് ദാൻ ആണ്, പ്ലസ് 2m ഇൻറ്റു മെഷർ ഓഫ് ഇ മൈനസ് എ. ഇത് കിട്ടി. ഇനി എന്ത് ചെയ്യാം? എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് എ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഇസ് എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് എ, മെഷർ ഓഫ് ഇ ആണ്. മെഷർ ഓഫ് ഇ ഇൻറ്റു മെഷർ ഓഫ് എ എന്നാവും അല്ലേ? ഇൻ്റഗ്രൽ ഓവർ എ 1 നമുക്ക് മെഷർ ഓഫ് എ എന്ന് എഴുതാം. പ്ലസ് 2m ഇൻറ്റു മെഷർ ഓഫ് ഇ മൈനസ് എ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മെഷർ ഓഫ് ഇ മൈനസ് എ പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കുന്നത്? മെഷർ ഓഫ് ഇ മൈനസ് എ ഈസ് എപ്സിലോൺ ബൈ 4m. അതിവിടെ കൊടുക്കുക. എന്ത് കിട്ടും? എപ്സിലോൺ ബൈ 4m. അപ്പോൾ എപ്സിലോൺ ബൈ 4m എപ്സിലോൺ ബൈ 2m വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? എപ്സിലോൺ ബൈ 2 എന്നാവും. ഇവിടെ എന്തുണ്ടാവും? എപ്സിലോൺ ബൈ 2m ഇൻറ്റു മെഷർ ഓഫ് എ. Therefore, we get epsilon by 2 into measure of A
measure of E into measure of A plus 2m into measure of E minus A. ഇത് വെട്ടിപ്പോയിട്ട് എന്തായി എപ്സിലോൺ ബൈ 2 ആയി. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 ഇൻറ്റു മെഷർ ഓഫ് എ ബൈ മെഷർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ ബൈ 2. നമുക്കറിയാം ഇയുടെ സബ്സെറ്റ് ആണ് എ. അപ്പം മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു മെഷർ ഓഫ് ഇ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ആണ് വലുത് അല്ലേ? അപ്പോൾ ഈ ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, പ്ലസ് ഈ ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. സോ ദ സം ഈസ് epsilon. Therefore we get mod integral over E fn minus integral over E f is less than epsilon. That is limit n tends to infinity, integral over E fn converges to is equal to integral f. നമ്മളെ തിയറം നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്തു? ഫംഗ്ഷൻ എഫ് എൻ കൺവേർജസ് ആണ്, എഫ് എൻ മെഷറബിൾ ആണ്. അപ്പോൾ അതിൻ്റെ എഫ് എൻ മെഷറബിൾ ആയതിൻ്റെ ലിമിറ്റും മെഷറബിൾ ആണ്. പിന്നെ എഫ് എന്നുകളെല്ലാം ബൗണ്ടഡ് ആണ്, ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്. അപ്പോൾ മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്. ഇനി എ എന്നത് ഇയുടെ ഒരു സബ്സെറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഇ എന്ന സെറ്റ് നമുക്ക് എ യൂണിയൻ ഇ മൈനസ് എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ലീനിയാരിറ്റി നമ്മൾ അപ്ലൈ ചെയ്തു. ലീനിയാരിറ്റി അപ്ലൈ ചെയ്തിട്ട് ഇക്ക് പകരം എ യൂണിയൻ ഇ മൈനസ് എ കൊടുത്തോടെ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ വീണ്ടും നമ്മൾ ലീനിയാരിറ്റി അപ്ലൈ ചെയ്തു. ഓക്കെ, ദർഫോർ നമ്മൾ കൊറോളറി 7 പ്രകാരം മോഡ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതാം. ആ ഇൻ്റഗ്രൽ ഓവർ ഇ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഇവിടെ നമുക്ക് മോഡ് എഫ് എൻ മൈനസ് എഫിൻ്റെ വില ലെസ് ദാൻ ഈക്വൽ ടു 2m ആണ്. അപ്പോൾ ഈ ടേമിന് നമുക്ക് 2mൻ്റെ എപ്സിലോൺ ബൈ മെഷർ ഓഫ് എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇഗോർഫ് തിയറം അപ്ലൈ ചെയ്തു. ഇഗോർഫ് തിയറത്തിൽ ദർ എക്സിസ്റ്റ് എ ക്ലോസ്ഡ് സെറ്റ് എഫ് സബ്സെറ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇ മൈനസ് എഫ് എന്ന സെറ്റിനകത്ത് മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എഫിനകത്ത് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആയിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എഫിന് പകരം നമ്മൾ എന്തെടുക്കും? ലെറ്റ് എ ഈക്വൽ ടു എഫ് and measure of E minus A is less than epsilon by 4m. Epsilon by 4m എടുത്തു theorem apply ആണ്. Okay, so we get which is less than epsilon. Thank you.